രാജ്യതലസ്ഥാനത്ത് 55 ഇടങ്ങളിലാണ് മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചത്. മുംബൈ, ഹൈദരാബാദ്, കൊൽക്കത്ത, വിശാഖപട്ടണം തുടങ്ങി രാജ്യത്തെ പ്രമുഖ നഗരങ്ങളിലും ഓപ്പറേഷൻ അഭ്യാസിന്റെ പേരിൽ മോക്ക് ഡ്രിൽ നടത്തി. രാജ്യം ഏത് അടിയന്തര സാഹചര്യങ്ങളെയും നേരിടാൻ തയ്യാറാണെന്ന് സ്വയം ബോധ്യപ്പെടുത്തുന്നതിനും അപ്പുറം സിവിൽ ഡിഫൻസ് ഫോഴ്സിന്റെ ശക്തി കൂടി തെളിയിക്കുന്നതായിരുന്നു ഭാരതത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന മോക്ക് ഡ്രിൽ. പരിക്കേറ്റവരെ ആംബുലൻസുകളിൽ ആശുപത്രിയിലെത്തിക്കുന്നതും ശുശ്രൂഷിക്കുന്നതും പരീക്ഷിക്കുകയായിരുന്നു ഡൽഹിയിലെ റാം മനോഹർ ലോഹിയ ആശുപത്രിയിൽ. അടിയന്തര സാഹചര്യമുണ്ടെന്നും അടിയന്തര വിഭാഗത്തിലെ ജീവനക്കാർ ഉടൻ എത്തണമെന്നുമുള്ള അറിയിപ്പ് മൈക്കിലൂടെ എത്തിയതിന് പിന്നാലെ പരിക്കേറ്റവരുമായി ആംബുലൻസുകൾ ഓരോന്നായി എത്തി. ആശുപത്രിയിലെത്തിച്ചവരിൽ ഗുരുതര പരിക്കേറ്റവരെ ഐസിയുവിലേക്ക് മാറ്റി. കാലൊടിഞ്ഞവരെ ഓർത്തോ വിഭാഗത്തിലേക്ക് മാറ്റുന്നതും മോക്ക് ഡ്രില്ലിലൂടെ പരീക്ഷിച്ചു. Well, this is a mock drill, so we are basically assessing our preparedness for any eventuality that arises. Well, the preparation, we will be taking the feedback from all the different faculty who are looking after different areas. So they would give me a feedback key, what was the response time, how good the management was by the doctors and the staff. So I'll get that entire report. So far, whatever I'm seeing, it seems to be going pretty good. ഡൽഹി അന്താരാഷ്ട്ര വിമാനത്താവളമടക്കം മറ്റ് തന്ത്രപ്രധാന മേഖലകളിലും മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചിരുന്നു. ചാന്ദിനി ചൌക്ക്, ഖാൻ മാർക്കറ്റ് തുടങ്ങി ജനങ്ങൾ തിങ്ങി നിറഞ്ഞ മേഖലകളിലും മോക്ക് ഡ്രിൽ നടത്തിയപ്പോൾ രാജ്യതലസ്ഥാനത്തെ 650-ലധികം സ്കൂളുകളിലെ വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പരിശീലനം നൽകി. മുംബൈ, കൊൽക്കത്ത, ബംഗളൂരു, പൂനെ, ഹൈദരാബാദ്, അഹമ്മദാബാദ്, ചെന്നൈ, സൂററ്റ് തുടങ്ങി രാജ്യത്തെ മെട്രോപൊളിറ്റൻ നഗരങ്ങളിലും മോക്ക് ഡ്രിൽ സംഘടിപ്പിച്ചു. ജനം, ഡൽഹി.